അപ്പോൾ ഈ ഒരു റിസോർട്ടിലെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ അത് കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഐ ബട്ടൺ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അത് കണ്ട ശേഷം ഇവിടെ കാണുക. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇവിടുത്തെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു 2 ബെഡ്റൂം കോട്ടേജ് ആണ്. ആ 2 ബെഡ്റൂം കോട്ടേജിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല വിശാലമായിട്ടുള്ള വളരെ വൃത്തിയോടെ സൂക്ഷിച്ചിട്ടുള്ള ഒരു മുറ്റത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്കിനി നേരെ ഉള്ളിൽ ചെന്നിട്ട് ഈ ഒരു റൂമിൻ്റെ ഫെസിലിറ്റീസ് ഒന്ന് കണ്ട് മനസ്സിലാക്കാം. ഈ ഒരു 2 ബെഡ്റൂം കോട്ടേജിൻ്റെ വരാന്തയിൽ ശ്രദ്ധിച്ചാൽ മതി. അത്യാവശ്യം നല്ല ലാർജ് സ്പേസിലൊരു വരാന്തയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു 2 ബെഡ്റൂം കോട്ടേജിൽ ഏകദേശം 10 പേര് വരെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് വളരെ കംഫർട്ടബിളായിട്ട് ഈ ഒരു 2 ബെഡ്റൂം കോട്ടേജിൽ താമസിക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വരാന്തയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. കോട മഞ്ഞൊക്കെ വരുന്ന സമയത്തും അതല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നിങ്ങളിവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നതെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. നല്ലൊരു ക്ലൈമറ്റ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. വരാന്തയിൽ 2 ചെയറും കൂടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് റൂമിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. നമ്മൾ ആദ്യം കയറി വരുന്നത് ഇവിടുത്തെ ഈ ഒരു ചെറിയ മെയിൻ ഹാളിലേക്കാണ്. ഈ ഒരു ഹാളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു മിനി ടേബിളും അതേപോലെ തന്നെ ഒരു സോഫയും കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ആ സോഫയ്ക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ ടെലിവിഷനും കൊടുത്തിരിക്കുന്നതാണ്. നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇരുന്ന് TV ഒക്കെ കണ്ടിരിക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു കോട്ടേജിലെ ആദ്യത്തെ റൂമൊന്ന് കണ്ടിട്ട് വരാം. ഈ റൂമും ആവശ്യത്തിന് സ്പേസ് ഉള്ള ഒരു റൂമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ബെഡ് നോക്കുവാണെങ്കിൽ ഏകദേശം 3 മെമ്പേഴ്സിന് വരെ കംഫർട്ടബിളായിട്ട് സ്റ്റേ ചെയ്യാനും സാധിക്കും. എക്സ്ട്രാ ബെഡ് വരെ കൊടുക്കാനുള്ള ഒരു സ്പേസ് ഈ റൂമിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെഡിൻ്റെ 2 വശങ്ങളിലായിട്ട് 2 മിനി ടേബിളും അതിനോട് ചേർന്നിട്ട് തന്നെ ചാർജിങ് പോയിന്റും കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൂംസ് എല്ലാം തന്നെ നോൺ AC റൂംസാണ്. ഇവിടെയും ഫാനാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഒരു മിറർ സ്റ്റാൻഡും അതേപോലെ തന്നെ ഒരു ചെയറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷെൽഫ്, നിങ്ങളുടെ ലഗേജൊക്കെ നിങ്ങൾക്ക് ഇതിൽ സൂക്ഷിച്ച് വെക്കാം. അതേപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വെള്ളം ചൂടാക്കി കുടിക്കാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക് കെറ്റിലും അതേപോലെ തന്നെ ടീ സപ്ലൈസും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ കണ്ടിരിക്കുന്നത് പോലെ തന്നെ ഈ റൂമിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ റൂമിൻ്റെയും റൈറ്റ് സൈഡിലെ ഗ്ലാസ് വിൻഡോയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തുള്ള മൗണ്ടൻ വ്യൂസ് ആസ്വദിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇടത് ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഗ്ലാസ് വിൻഡോ വഴിയും നിങ്ങൾക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റും. ഈ ഒരു കോട്ടേജിലും വരുന്ന ബാത്റൂം അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. മിറർ സ്റ്റാൻഡും വാഷ് ബേസും അതേപോലെ തന്നെ ടോയ്ലറ്ററീസ് എല്ലാം തന്നെ അവർ ഈ ഒരു ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം കൂടെ ഒന്ന് കണ്ടുനോക്കാം. ആദ്യത്തെ റൂമിൽ കണ്ടിരിക്കുന്ന അതേ സ്ട്രക്ചർ തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിലും വരുന്നത്. അതേ ഫെസിലിറ്റീസ് അവർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. 2 വശങ്ങളിലായിട്ട് 2 മിനി ടേബിൾ കൊടുത്തിരിക്കുന്നത് കാണാം, ചാർജിങ് പോയിന്റ്, അതേപോലെ തന്നെ ഷെൽഫും ടീ സപ്ലൈസും വേസ്റ്റ് ബിന്ന്, മിറർ സ്റ്റാൻഡ്, എല്ലാ കാര്യങ്ങളും അവർ ഈ ഒരു റൂമിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 2 ഗ്ലാസ് വിൻഡോ വഴിയും നിങ്ങൾക്ക് പുറത്തുള്ള മലകളുടെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റും. ഇത്രയും ഫെസിലിറ്റീസ് തന്നെയാണ് അവർ ഈ ഒരു റൂമിലും കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ പോലെ തന്നെയുള്ള ബാത്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. എല്ലാ ഫെസിലിറ്റീസും അതേപോലെ അവർ ഇതിലും കൊടുത്തിട്ടുണ്ട്. നീറ്റായിട്ടും ക്ലീനായിട്ടും ഡ്രൈ ആയിട്ടും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 ബെഡ്റൂം കോട്ടേജിലെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും മനസ്സിലാവാത്തതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഒന്നും കൂടെ റീവാച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു കോട്ടേജാണ് ബുക്ക് ചെയ്യാൻ താല്പര്യമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക, ഞങ്ങൾക്ക് അയച്ചു തരിക. അയച്ചു തരുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എത്ര മെമ്പേഴ്സ് ഉണ്ട്, കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഏജും എന്നും കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തുക, ബുക്കിംഗ് ഡേറ്റ് ഉൾപ്പെടെ. എന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും നല്ല ബഡ്ജറ്റിൽ തന്നെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഇനി നമുക്ക് ഇവിടുത്തെ സിംഗിൾ ബെഡ്റൂം കോട്ടേജുകൾ 2 വരുന്നുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. വരും.